സീൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് അവിടെ. അത് ഏഹ്, അതിന് ഏതാണ്ട് അതിനടുത്ത് തന്നെ വരുന്നതാണ് നെൽസൺ മണ്ടേലയെ തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലുള്ള ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. അതിന് വലിയൊരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നാത്തതുകൊണ്ട് അത് ഞങ്ങൾ കാണാൻ പോകുന്നില്ല. പലരും ആളുകൾ അങ്ങോട്ട് പോകാറുണ്ട്, ടൂറിസ്റ്റുകൾ. അപ്പോൾ ഈ സീൽ ഐലൻഡിലോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു ക്രൂയിസിനകത്ത് വേണം കയറി പോകാൻ. നിറച്ച ആളുകളാണ് ക്രൂയിസിൽ, ഇഷ്ടമാതിരി നിറയെ ആൾ കയറും. അതിനകത്ത് ആ ക്രൂയിസിനകത്ത് ഞങ്ങളും കയറി അതിൽ തന്നെ പോയി. സീ ലൈനിലേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് ഈ കടലിലൂടെയുള്ള യാത്ര ഒന്ന് കാണേണ്ടതാണ്. പല ആകൃതിയിലുള്ള വലിയ കൂറ്റൻ പാറകളും മലകളുമാണ് ഇതിനവിടെ ഇവിടെയായിട്ടുണ്ട്. ഇത് ഈ കടലിനകത്തെല്ലാം വലിയ പാറകളൊക്കെ എഴുന്നേറ്റിങ്ങനെ നിൽക്കുക, ആ രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. അതൊരു പ്രത്യേകതയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിങ്ങനെ അവിടെ പോകുന്നത്. ഈ ഐലൻഡിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാണാനുള്ളത് ചെറിയ ഈ പറഞ്ഞ പാറകളും ഒക്കെ വലിയ പാറകൾ, കൂറ്റൻ പാറകളാണ്. അതിൻ്റെ ഇങ്ങനെ താഴ്വാരം പോലുള്ള ഭാഗത്തെല്ലാം ഏതോ സാധനം കിടക്കുന്നതായിട്ട് കണ്ട് കേട്ടോ. കറുത്തതാണ് നിറത്തിലുള്ള. ആദ്യം ദൂരെ വന്നപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഈ ക്രൂയിസ് അങ്ങോട്ട് അടുക്കും തോറും നമുക്ക് മനസ്സിലായത് ഇത് ജീവനുള്ള സാധനമാണ്. അത് സീ വുൾഫ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. വലിയ വലിപ്പമാണ് അതിന്. അതിന് ഈ നടക്കാൻ കാലൊന്നുമില്ല. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു വല്ലാത്ത രീതിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. അത് ഒരു 1000-ഓളം എണ്ണം ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുന്ന മാതിരി ഈ പാറയിൽ ഇങ്ങനെ കിടക്കുക. അതൊരു നല്ല കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് പരസ്പരം ആക്രമിക്കത്തൊന്നുമില്ല. അത് ഭക്ഷിക്കുന്നത് മീനുകളെയൊക്കെ തന്നെയാണ് ഇത് തിന്നുന്നത്. കടലിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതാ പിടിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് കളിക്കും, വിശ്രമിക്കും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇങ്ങനെ നിറച്ച് നിരത്തി അങ്ങിട്ടേക്ക് അടുക്കിയിട്ടേക്കുന്ന മാതിരി കിടക്കുകയാണ് പാറയിലൊക്കെ. അത് മിക്കവാറും എല്ലാ പാറകളിലും ഉണ്ട്. അവിടെ കാണേണ്ടതാണ് ഒരു കാഴ്ചയാണ്. അത്രത്തോളം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഐലൻഡിലേക്ക് ചെന്ന് അവിടെ ഇറങ്ങി. ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് ഒരു വിസ്തൃതമായ ഒരു സ്ഥലമാണ്. അതിനകത്തൂടെ നമ്മൾ ഉള്ളിലോട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്നത് എന്താ പറയുക, ഈ പെൻഗ്വിൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ പെൻഗ്വിനെ പലയിടത്തും കണ്ടിട്ടുണ്ട്, വിദേശങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കഷ്ടിച്ച് ഒരു 2 അടി നീളം അങ്ങേയറ്റം മാക്സിമം വരുന്ന പെൻഗ്വിനുകളാണ് അവിടെ ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ നടക്കുക. അപ്പുറത്ത് ചെല്ലുമ്പോൾ അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ. ആദ്യം അത് ഒരു 1-2 എണ്ണത്തിനെ കണ്ടു. ഇത്രയൊക്കെ കാണണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആയിരക്കണക്കിന് എണ്ണം ഇതേപോലെ ഘോഷയാത്ര നടത്തുന്നവർ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഒരു കാഴ്ചയാണ് അത്. വളരെ ചെറുതാകുമ്പോൾ ആ നല്ല ജെറ്റ് ബ്ലാക്ക്, ആ ബ്ലാക്ക് കളറും അതുപോലെ വെള്ളയും ചേർന്നുള്ള നിറത്തിലുള്ള ഇത് ഇത്രത്തോളം എണ്ണം ഇങ്ങനെ നടക്കുകയാണ്. അത് അവിടെ വലിയ സമൃദ്ധിയിലാണ് ഇത് നമുക്ക് കാണാൻ കിട്ടും. അത് വലിയ കാഴ്ചയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ജോർജ് ടൗണിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു സൂ ഉണ്ട്. അത് നമ്മുടെ ഇതുപോലുള്ള ഒരു കാഴ്ചപ്പാടൊന്നുമല്ല സൂവിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇവിടെയൊക്കെ ഉള്ള സൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഓരോന്നിൻ്റെ കൂട്ടിലൊക്കെ അടച്ചിട്ടേക്കുന്ന മാതിരിയല്ലേ. മറ്റേത് വലിയ വിസ്തൃതമായ പ്രദേശത്താണ് ഓരോ ഈ വന്യമൃഗങ്ങളും കിടക്കുന്നതും നടക്കുന്നതൊക്കെ. അത് നമ്മൾ എന്നിട്ട് ഓരോ ബ്രിഡ്ജുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ. നമ്മൾ ആ പാലത്തിലൂടെ നടന്ന് ഇതിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം. അല്ലാതെ നമുക്ക് ഇതേപോലെ ഒരു കൂട്ടിനകത്തിട്ട് നമ്മൾ കാണുന്ന ഒരു ഇതൊന്നും അല്ല, ആ രീതി അല്ല. എന്നിട്ട് അത് മാത്രമല്ല, അവിടെ ഒരു പരസ്യം വെച്ചിട്ടുണ്ട്. ചീറ്റകൾ അതിന് ഒരു 10-15 ചീറ്റ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. വളരെ സൗന്ദര്യമുള്ള ഒരു സാധനമാണ് കേട്ടോ ആ മൃഗം. അത്രയും ഗാംഭീര്യമുണ്ട് അതിനിങ്ങനെ കിടക്കുന്ന കാണാം. അവിടെ ഈ പിസ്റ്റലും ഒക്കെ ആയിട്ട് ആണ് അവിടെ ഒരു 2-3 സ്ത്രീകളും 2-3 പുരുഷന്മാരും അതിന് ഗാർഡുകൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഇതിനടുത്ത് ഇത് അവരെ ഒന്നും ആക്രമിക്കുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ചീറ്റയെ കെട്ടിപ്പിടിക്കാം നമുക്ക് കേട്ടോ. കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരും, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരും നമ്മൾ ചീറ്റയെ കെട്ടിപ്പിടിച്ചെന്ന്. അതിന് ഏതാണ്ട് എനിക്ക് തോന്നുന്ന $100 കണ്ടു കൊടുക്കണം ഇങ്ങനെ ചീറ്റയെ കെട്ടിപ്പിടിക്കാൻ.
ഞാൻ എന്തായാലും ആ ഭാഗ്യം പരീക്ഷിക്കാൻ പോയില്ല. കാരണം ചീറ്റയ്ക്ക് എല്ലാം ബോധം വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ അത് നമ്മുടെ ചെവി എങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടെങ്കിൽ പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. ഞാൻ എന്തായാലും അത് വേണ്ടെന്ന് വെച്ചു. അതും അതിൻ്റെ ഒരു പ്രത്യേകത അത് മാത്രമല്ല, പക്ഷെ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതിനെന്തോ ഒരു സെഡേഷൻ കൊടുത്തേക്കുന്നത് പോലുള്ള ഒരു തോന്നലായി എനിക്ക് വന്നത്. കാരണം അത് ഒരു 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 അത്ര ഒരു ഊർജ്ജസ്വലത അതിന് കണ്ടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ മെരുക്കിയെടുക്കാൻ ഒരിക്കലും മനുഷ്യരുമായിട്ട് ഇണങ്ങുന്ന ഒരു ജീവിയല്ല. അതിനെ ഇതേപോലെ ഒരു കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഇനി ഫുഡിനകത്തെങ്ങാനും വല്ലതും എന്തെങ്കിലും സെഡേഷൻ ചേർത്ത് കൊടുക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും അതിന് ഞാൻ വലിയ ഒരു അക്രമ സ്വഭാവം അതിന് കണ്ടില്ല, അതൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ അവിടെ എല്ലാ കടുവകളൊക്കെ ധാരാളം ഉണ്ട്, സൈബീരിയൻ കടുവയും അതുപോലെ ലയൺ പല പല ഇത് ഉണ്ട്. ലയണിനെയൊക്കെ ഒരു 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 കുറ്റിയിൽ വലിയ ചങ്ങലയിൽ ബന്ധിച്ചിട്ട് നമ്മൾ ആളുകൾക്ക് ഇതിനെ തൊടാനും അതിൻ്റെ അടുത്ത് പോയിരിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കും. ചില ഒരു എനിക്ക് തോന്നുന്നത് ശരിയായ ഒരു 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 വികൃതിയുള്ള മനസ്സുള്ള ആളുകൾ, വികൃതമായിട്ടുള്ള മനസ്സുള്ള ആളുകൾ ചെന്ന് ഇതിൻ്റെ തോളെ കൈക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഇത് നമുക്ക് തോന്നത്തില്ല. കാരണം അത് പക്ഷേ അവർ വളരെ കെയർഫുള്ളാണ്. അതിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതേപോലെ അതിനെ ബന്ധിച്ചിരുത്തിയേക്കുകയാണ്. കാണുമ്പോൾ നമുക്കൊരു ഒരു വിഷമം വരും, ഒരു ക്രൂവൽറ്റി ടുവേർഡ്സ് അനിമൽ. അതല്ലേ അവിടെ കാണുന്നത്. കാരണം ചെറിയ ഒരു നല്ല വലിയ ഉരുക്ക്, അത് നമ്മുടെ സ്റ്റീൽ കൊണ്ടുള്ള വലിയ ചങ്ങലയിലാണ് ഇതിനെ ഇങ്ങനെ ബന്ധിച്ചൊരു ഇത്. അതിനെടുത്ത് ചാടാനും നോക്കത്തില്ല, ആ രീതിയിൽ അതിനെ അവിടെ ബന്ധിച്ചേക്കുക. അപ്പോൾ ദാറ്റ് മീൻസ് അതിന് എന്തുമാത്രം അസ്വസ്ഥത ഉണ്ടാവും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അത്. അങ്ങനെ ഒരു ധാരാളം ജീവികളെ നമുക്കതിനകത്ത് കാണാൻ കിട്ടും. വളരെ റെയറായിട്ടുള്ള അനിമൽസിനെ നമുക്ക് കാണാം. നമുക്ക് വേറെ എങ്ങും കാണാൻ കിട്ടാത്ത രീതിയിലുള്ള അനിമൽസ് അത് കാണാം. അതുപോലെ റെപ്റ്റൈൽസ്, പിന്നെ സ്നേക്സ്, പാമ്പുകൾ, ഇതെല്ലാം ഒരുപാട് നമുക്ക് കാണാൻ കിട്ടും. ഒരുപാട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ ഉള്ള ഇങ്ങനെയുള്ള വന്യജീവികൾ, അതുപോലെ പാമ്പ്, ഇതിനെല്ലാം നമുക്ക് കാണാൻ പറ്റും വളരെ അടുത്ത്. അത് ഈ പ്രത്യേകമായിട്ട് ഉള്ള ഒരു പ്രത്യേകത ഞാൻ ഈ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ധാരാളം മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് ഇതിനകത്ത്, ഈ സൂവിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതിങ്ങനെ പോകുന്നത്. ഏതാണ്ട് ഒരു വനത്തിൻ്റെ അന്തരീക്ഷം തന്നെ അവർ നിർമ്മിച്ചേക്കാണ്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. അതും കാണാൻ പറ്റി. ഏതായാലും ഒരു സൂ ഒരു പുതിയ അനുഭവമായിരുന്നു.